അപ്പോൾ എല്ലാവർക്കും AZB അക്കാഡമിയിലേക്ക് സ്വാഗതം. ഞാൻ ആഷ്ന മിസ്. അപ്പൊ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് LP UP 2027 2026 നടക്കുന്നത്, അല്ലെങ്കിൽ അടുത്ത നോട്ടിഫിക്കേഷൻ എപ്പോഴാണ്, കഴിഞ്ഞ നമ്മളുടെ വർഷത്തെ നോട്ടിഫിക്കേഷൻ അപേക്ഷിച്ച് ഇത്തവണത്തെ എന്തെല്ലാം മാറ്റങ്ങൾ നമുക്ക് വരും തുടങ്ങിയ ഒട്ടനവധി ഫീച്ചേഴ്സ് ആണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ എന്ത് ചെയ്യുന്നത്, നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ആദ്യമേ തന്നെ പറയട്ടെ, നമുക്ക് 2019 ഒരു LPSI UPSI വിളിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പൊ എനിക്ക് തോന്നുന്നു 31 ഡിസംബർ 2019 ആ ടൈമിലാണ് നമുക്ക് നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ടായിരുന്നത്. അപ്പൊ അതിന്റെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് കോവിഡ് കാരണം എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, എക്സാം അങ്ങോട്ട് നീണ്ടു പോയിട്ടുണ്ടായിരുന്നു. പിന്നീട് അതിനുശേഷം നമുക്ക് വരുന്ന 2023 ആവുമ്പോഴത്തേക്കും നമുക്ക് എന്ത് വന്നിട്ടുണ്ടായിരുന്നു, നെക്സ്റ്റ് നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ടായിരുന്നു. 19 നോട്ടിഫിക്കേഷൻ വന്ന് എക്സാം കുറച്ചങ്ങോട്ട് നീണ്ടുപോയി. അതിനുശേഷം പിന്നീട് വിളിച്ചത് ഏതാണ്, 2023 ആ UPSIയുടെ കാറ്റഗറി നമ്പർ 707/2023 LPSIയുടെ കാറ്റഗറി നമ്പർ 709/2023. ഓക്കെ, അങ്ങനെ നോട്ടിഫിക്കേഷൻ എല്ലാം കഴിഞ്ഞ് എക്സാം പിറ്റത്തെ വർഷമാണ് നടക്കുന്നത്. 2024 എക്സാം എല്ലാം കഴിഞ്ഞ് എന്തുണ്ടായി, പിന്നീട് നമുക്ക് ഷോർട്ട് ലിസ്റ്റ് വരുന്നത് ഡിസംബർ നവംബർ, അതായത് നവംബർ ഡിസംബർ 2024 ആയപ്പോഴത്തേക്കും എന്തുണ്ടായിരുന്നു, നമുക്ക് ഷോർട്ട് ലിസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു. പിന്നീട് അത് കഴിഞ്ഞിട്ട് എപ്പോഴാണ് നമുക്ക് മെയിൻ ലിസ്റ്റ് ഒക്കെ വരാനായി തുടങ്ങിയത്, അതായത് 2024 ഡിസംബർ നവംബർ മാസമൊക്കെ ആയപ്പോഴത്തേക്കും നമുക്ക് ഷോർട്ട് ലിസ്റ്റ് വന്ന് സർട്ടിഫിക്കറ്റ് അപ്ലോഡിനുള്ള മെസ്സേജ് വന്നു. പിന്നെ ഇന്റർവ്യൂ ഉണ്ടായിരുന്നു. വേരിഫിക്കേഷൻ എല്ലാം കഴിഞ്ഞ് നമുക്കൊരു ഫസ്റ്റ് ഹാഫ് ആയിപ്പം ഏകദേശം 2025 മെയ് മാസം 31 ഇത് നമ്മുടെ തിരുവനന്തപുരം ജില്ലയിലെ ഷോർട്ട് ലിസ്റ്റ് ആണ്, മെയിൻ ലിസ്റ്റ് ആണ് വരുന്നത്. അപ്പൊ ഈ ഒരു 2025 കൂടിയിട്ടായിരുന്നു നമുക്ക് എന്ത് വന്നിട്ടുണ്ടായിരുന്നത്, മെയിൻ ആയിട്ടുള്ള മെയിൻ ലിസ്റ്റുകൾ എല്ലാം കഴിഞ്ഞ് വന്നിട്ടുണ്ടായിരുന്നത് അല്ലെ. അപ്പം ഇനി 2025 മെയ് മാസം, ഇത് ഓരോ ജില്ലാ അടിസ്ഥാനത്തിലാണ് നമുക്ക് ഷോർട്ട് ലിസ്റ്റ് അല്ലെങ്കിൽ മെയിൻ ലിസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഇനി നോക്കിക്കഴിഞ്ഞാൽ റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി 3 വർഷമാണ്. അപ്പൊ നമുക്ക് എത്ര വരും, മെയ് 31 അല്ലെ, 31 മെയ് 2028 ആകുമ്പോൾ പുതിയ മെയിൻ ലിസ്റ്റ് വരണ്ടേ? യെസ്, മെയിൻ ലിസ്റ്റ് വരണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് നോട്ടിഫിക്കേഷൻ എപ്പോഴായിരിക്കും വരേണ്ടത്, 2026 ഡിസംബർ ആകുമ്പോഴത്തേക്കും നമുക്ക് എന്ത് വരുവിടാ, അടുത്ത നോട്ടിഫിക്കേഷൻ വരും. 2027 ആകുമ്പോഴത്തേക്കും എക്സാം കഴിഞ്ഞ് ഷോർട്ട് ലിസ്റ്റ് കഴിയും അല്ലെ. ഷോർട്ട് ലിസ്റ്റ് വന്ന് പിന്നീട് അതിന്റെ സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ, അതുപോലെ തന്നെ ഇന്റർവ്യൂ തുടങ്ങിയ പ്രോസസ്സ് എല്ലാം കഴിഞ്ഞിട്ടായിരിക്കും നമുക്ക് മെയിൻ ലിസ്റ്റിലേക്ക് വരുന്നത്. ഇപ്പൊ നിങ്ങളുടെ നിൽക്കുന്നത് ഏത് വർഷമാണ്, 2025. അതിനകത്ത് നമുക്ക് ഇപ്പോൾ മുതൽ പഠിച്ചു തുടങ്ങിയാലാണ് 2028 റാങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, വരുള്ളൂ. പിന്നെ ഇത് കഴിഞ്ഞിട്ടുള്ള അങ്ങോട്ടുള്ള LP UPയുടെ നോട്ടിഫിക്കേഷൻ എന്ന് പറയുമ്പം നമുക്കറിയാം, ഇനിയിപ്പോൾ ഏകദേശം 2030 ആകുമ്പോഴത്തേക്കും എന്താണ്, നമ്മുടെ ഖാദർ കമ്മിറ്റി റിപ്പോർട്ട് പ്രകാരം നമ്മളുടെ വിദ്യാഭ്യാസ സമ്പ്രദായങ്ങളൊക്കെ മാറാൻ പോവുകയാണ് അല്ലെ. പുതിയ പാഠ്യരീതി, അതുപോലെ തന്നെ സ്കൂളിന്റെ കാര്യങ്ങൾ, ക്ലാസ് തുടങ്ങിയ ഒരുപാട് കാര്യങ്ങളിൽ എന്താണ് മാറ്റങ്ങൾ ഉൾക്കൊള്ളാൻ പോവുകയാണ്. അപ്പൊ നിങ്ങൾ ഇനിയിപ്പം എന്താണ് BEd കഴിഞ്ഞ് കേറ്ററ്റ് കാറ്റഗറി ഉള്ളവരാണ്, ഇനി നിങ്ങൾ കേറ്ററ്റ് ഇല്ല, ഈ 2026 തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുമ്പോൾ കേറ്ററ്റ് ക്വാളിഫൈ ആയാൽ മതിയാകും. അതുപോലെ നിങ്ങൾ DEd, അതുപോലെ BEd തുടങ്ങിയ കാര്യങ്ങളൊക്കെ നോക്കുന്നവരാണെങ്കിൽ 2026 നോട്ടിഫിക്കേഷൻ വരുന്ന സമയത്ത് നിങ്ങൾ ക്വാളിഫൈഡ് ആയിരിക്കണം. അതുകൊണ്ട് തന്നെ എന്തെങ്കിലും മീൻസ് ഉണ്ടെങ്കിൽ നിങ്ങളുടെ മുന്നിൽ കിടക്കുന്ന സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ എന്താണ്, ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞു പോട്ടെ. ഇപ്പോഴേ മുതൽ നമുക്ക് പഠിക്കാനായിട്ട് ഈ കഴിഞ്ഞ LP UP പരീക്ഷകളിൽ ഏറ്റവും കൂടുതൽ റിസൾട്ടുകൾ ഉണ്ടാക്കാനായിട്ട് AZB അക്കാഡമിക്ക് സാധിച്ചിട്ടുണ്ട്. നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജിലൊക്കെ പോയി നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ റിസൾട്ടുകളൊക്കെ നിങ്ങൾക്ക് കൃത്യമായിട്ട് കാണാൻ സാധിക്കും. അപ്പം നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞങ്ങളൊരു അടിപൊളി ബാച്ചുമായിട്ട് വരികയാണ്. ബാച്ച് എന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റുള്ള ആപ്ലിക്കേഷനെ വെച്ചിട്ട് നമ്മൾ ഒരുപാട് വ്യത്യസ്തമായിട്ടുള്ള കാര്യങ്ങളാണ് നിങ്ങൾക്ക് തരുന്നത്. അതായത് ക്ലാസ്സുകൾ നിങ്ങൾക്ക് എവിടെ ചെന്നാലും കിട്ടും. യൂട്യൂബിൽ ഒരുപാട് ക്ലാസ്സുകളുണ്ട്, ഒരുപാട് ആപ്ലിക്കേഷൻസ് ഉണ്ട്. ഇപ്പൊ വ്യത്യസ്തമായിട്ട് നമ്മൾ കൊടുക്കുന്ന എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ദിവസം ഇപ്പം
എന്താണോ അപ്പൊ നീ എടാ ഇത് നീ കാണുന്നുണ്ട്, നിനക്ക് എന്താണ് ഒരു ദിവസം പഠിക്കേണ്ടതെന്നുള്ളത് ഞങ്ങൾ കൃത്യമായിട്ട് തരും. ഡേ 1 3 ടോപ്പിക്സ് ആയിരിക്കും, 3 സബ്ജക്റ്റുകളായിരിക്കും. അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സൈക്കോളജി ഉണ്ടാവും, ഇംഗ്ലീഷ് ഉണ്ടാകും, മാത്സ് ഉണ്ടാകും. വ്യത്യസ്ത ഏരിയയിൽ നിന്ന് മാർക്ക് സ്കോർ ചെയ്യേണ്ട സെറ്റ് ആയിട്ടുള്ള ഒരു ടൈം ടേബിളാണ് തരുന്നത്. ഇനിടാ നീ പഠിച്ചതുകൊണ്ട് മാത്രം കാര്യമില്ല, ഈ പഠിച്ച ടോപ്പിക്കിൽ നിന്ന് എത്രമാത്രം നിനക്ക് മനസ്സിലായി, അല്ല നമ്മുടെ ക്ലാസ്സിൽ നിന്ന് നിനക്ക് എന്തുമാത്രം ഉൾക്കൊള്ളാൻ പറ്റി, അതിൻ്റെ എക്സാം അന്ന് തന്നെ ചെയ്യാം. അങ്ങനെ ഡേ 1, ഡേ 2, ഡേ 3 ഓരോ ദിവസവും കൃത്യമായിട്ട് എന്തു പഠിക്കണം, അതിൻ്റെ എക്സാം, ദെൻ മന്ത്ലി എക്സാം തുടങ്ങിയ കാര്യങ്ങളാണ് നമ്മളുടെ ക്ലാസ്സിൽ നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നത്, നിങ്ങൾക്ക് വേണ്ടി ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. ഇതിനൊക്കെ പുറമെ ഞങ്ങൾ SSCRT സെപ്പറേറ്റ് ആയിട്ട് തരുന്നുണ്ട്. അതായത് SCRT ഡേ 1 നിങ്ങൾക്ക് പഠിക്കാനുള്ള ചാപ്റ്റർ, അതിൻ്റെ എക്സാം ഡേ 2, ഡേ 3 അങ്ങനെ തുടങ്ങി ഒരുപാട് എക്സാമുകൾ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, നിങ്ങൾക്ക് വേണ്ടിയിട്ട് ബെസ്റ്റ് ആയിട്ട് തരുന്നുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ നിങ്ങൾക്ക് ജോലി ഗ്യാരണ്ടി തരുന്നത് കൊണ്ട് തന്നെ ഇപ്പൊ നിങ്ങൾക്ക് ഹാഫ് പ്രൈസ്, അതായത് 50% ഓഫോട് കൂടിയിട്ട് എന്ത് ചെയ്താൽ മതി, നിങ്ങൾക്ക് ക്ലാസ്സിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. ഫീസിന്റെ പകുതി മാത്രം അടച്ചാൽ മതിയാകും. ഓക്കെ, പകുതി അടച്ച് കോഴ്സിൽ ജോയിൻ ചെയ്യാം. കൂടുതൽ അറിയാൻ ഈ കാണുന്ന നമ്പറിൽ എന്ത് ചെയ്താൽ മതി, നിങ്ങളൊന്ന് വിളിച്ചാൽ മതി. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് കോഴ്സിന്റെ ലിങ്ക് കമന്റ് ബോക്സിൽ ഉണ്ടാകും, ഡയറക്റ്റ് പോയി പർച്ചേസ് ചെയ്യാം. പർച്ചേസ് ചെയ്തതിന് ശേഷം മെൻറ്റർ നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ ഈ നമ്പറിലേക്ക് നിങ്ങൾ ഡീറ്റെയിൽസ് ഇടണം. പർച്ചേസ് ചെയ്തിട്ടുള്ള റെസീപ്റ്റും കാര്യങ്ങളും ഇട്ട് കഴിഞ്ഞാൽ ഈ നമ്പറിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താണ്, കൃത്യമായിട്ട് നിങ്ങളുടെ കറസ്പോണ്ടിങ് മെൻറ്ററിനെ നിങ്ങൾക്ക് അലോട്ട് ചെയ്ത് തരുന്നതായിരിക്കും. അപ്പോൾ നമ്മളുടെ ക്ലാസ്സുകളിൽ ഞങ്ങൾ 100% എന്താ പറയുന്നത്, ഗ്യാരണ്ടിയാണ്. പഠിക്കാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ ധൈര്യമായിട്ട് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഞങ്ങളുടെ കൂടെ പോരാം. മാത്രമല്ല നമ്മുടെ കോമ്പറ്റീഷനെ കുറിച്ച് പറയുവാണെങ്കിൽ 2019 വെച്ച് കമ്പയർ ചെയ്യുമ്പം 2023 നോട്ടിഫിക്കേഷനിൽ അപേക്ഷകർ വളരെ കൂടുതലായിരുന്നു. മലപ്പുറം ജില്ലയിലൊക്കെ എന്തായിട്ടുണ്ടായിരുന്നു, അത്യാവശ്യം അപേക്ഷകർ നല്ല രീതിയിൽ ഉണ്ടായിരുന്നു. ഇനി കഴിഞ്ഞതിൻ്റെ കട്ട് ഓഫ് എല്ലാ ജില്ലയിലും ഞാൻ എടുത്തിട്ടില്ല, കുറച്ച് എടുത്തിട്ടുള്ളൂ. ഇത് നമ്മളുടെ UP സ്കൂളിൻ്റെ കട്ട് ഓഫ് ആണ് ഈ വർഷത്തെ പറഞ്ഞിരിക്കുന്നത്. ഇവിടെ നിങ്ങൾ നോക്കിക്കേ, 62 മാർക്കായിരുന്നു തിരുവനന്തപുരം. ഓക്കെ, കൊല്ലം അതുപോലെ തന്നെ. പത്തനംതിട്ടയ്ക്ക് 55, ആലപ്പുഴയ്ക്ക് 61.33, കോട്ടയം 59, എറണാകുളം ജില്ലയിൽ 61.67, തൃശ്ശൂർ 62.67, പാലക്കാട് 64, മലപ്പുറം ജില്ലയിൽ ഏറ്റവും കൂടുതൽ അപേക്ഷകരുണ്ടായിരുന്നു. കട്ട് ഓഫ് നോക്കിക്കേ 66.33, കണ്ണൂർ ജില്ലയിൽ 65, കാസർഗോഡ് ജില്ലയിൽ 62 ആയിരുന്നു UPSCയുടെ കട്ട് ഓഫ് മാർക്ക് വന്നിട്ടുണ്ടായിരുന്നത്. ഇനി നോക്കിക്കേ, ഇവിടെ നമ്മളുടെ LPSA എക്സാമിന് കമ്പാരിറ്റീവ്ലി UPനേക്കാൾ കട്ട് ഓഫ് കുറവായിരുന്നു. പക്ഷേ LPSA എക്സാം നല്ല ടഫായിരുന്നു, അതായത് നല്ല സ്റ്റാൻഡേർഡ് ലെവൽ ഓഫ് എക്സാം ആയിരുന്നു. SCRT ഇമ്പോർട്ടൻ്റ് ആണ്, അതിൻ്റെ കൂടെ തന്നെ പ്രീവിയസ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പർ വർക്കൗട്ട് ചെയ്യണം. നമ്മുടെ കോഴ്സിൽ നിങ്ങൾക്ക് 3 റിവിഷനാണ് നമ്മൾ ചെയ്യുന്നത്. അതായത് നിങ്ങളുടെ മുന്നിൽ കിടക്കുന്ന 2 വർഷമുണ്ട്. എക്സാമിന് ഇപ്പം നിങ്ങൾ തുടങ്ങുകയാണെങ്കിൽ ഡേ 1 തൊട്ട് തുടങ്ങുക. നിങ്ങൾക്ക് സിലബസ് കംപ്ലീറ്റ് ചെയ്യാനുള്ള ടൈമുണ്ട്. ഓരോ ദിവസം 1.5 മണിക്കൂർ വെച്ച് പഠിച്ചാൽ മതിയാകും. അല്ലെങ്കിൽ 2 മണിക്കൂർ, രാവിലെ 1 മണിക്കൂർ, രാത്രി 1 മണിക്കൂർ, അങ്ങനെ നിങ്ങളൊന്ന് പഠിച്ചു നോക്കിയേ, നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി പറ്റും. 3 സെറ്റ് പ്രീവിയസ് മാക്സിമം നിങ്ങളെ കൊണ്ട് ലൈവിൽ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യിപ്പിക്കുന്നുണ്ട്, മോക്ക് ടെസ്റ്റുകൾ ചെയ്യിപ്പിക്കുന്നുണ്ട്, റിവിഷൻ ചെയ്യിപ്പിക്കുന്നുണ്ട്. അങ്ങനെ 3 സെറ്റ് ഓഫ് റിവിഷൻസ് ആയിരിക്കും. ഫസ്റ്റ് റിവിഷൻ, സെക്കൻഡ് റിവിഷൻ, തേർഡ് റിവിഷൻ, 3 ക്വാർട്ടറിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, റിവിഷൻസും ചെയ്യിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ധൈര്യമായിട്ട് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഇങ്ങോട്ട് ജോയിൻ ചെയ്യാം. അപ്പോൾ കൂടുതലായിട്ടുള്ള എന്തെങ്കിലും വിവരങ്ങളോ സംശയങ്ങളോ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ഒന്ന് കമന്റ് ചെയ്താൽ മതി. പുതിയൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ചിൽ ദെൻ ബൈ ആൻഡ് താങ്ക് യു.